ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഒരു കുഞ്ഞു പാർട്ടിൻ്റെ വ്ളോഗും കൂടിയാണ് കേട്ടോ. മോൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ട്, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ ഇതെല്ലാവരും മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു വെക്കുക. അപ്പം നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം, മല്ലിയില, കാബേജ്, ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിവിടെ 2 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മയോണൈസും കാബേജും മല്ലിയിലയും കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മയോണൈസും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രെഡും കൂടി എടുത്തിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചേർത്ത് വെച്ച് മാവിലൊന്ന് മുക്കിയെടുക്കുകയാണ്. ബ്രെഡ് ക്രംസും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ മുഴുവനായിട്ടിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് അടുത്തതായിട്ട് മോൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് പാലും റൂഹ് ഹഫ്സൻ്റെ ഒരു സിറപ്പും ഇതും കൂടി ചേർത്തിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടാ ഈ ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. അതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ജ്യൂസ് തികയാതെ വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഫ്രണ്ട്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി അടുത്തതായിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കലാണ്. അപ്പം അതിന് വേണ്ടി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കന് ചെറുതായിട്ടാണ് എൻ്റെ മോന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇനി ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പം അതാ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്.
ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലുള്ള ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരടുപ്പുണ്ട്, അവിടെയാണ് വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കും കുറച്ച് മല്ലിയിലയും ഒരു സവാളയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഏലക്കയും കറുവപ്പട്ടയും കുരുമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഉണങ്ങിയ ചെറുനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പുറത്തുള്ള അടുപ്പിൽ വെച്ചിട്ട് വല്ലാതെ ഫുഡും കാര്യങ്ങളൊന്നും ഇതിന് വെച്ച് ചെയ്യലില്ല. നല്ല ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഇവിടെ വെച്ച് കുക്ക് ചെയ്യലുള്ളൂ. ഇന്ന് പുറത്ത് വെച്ച് ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് അപ്പം അങ്ങോട്ട് ഇറങ്ങിയെന്നുള്ളൂ. അപ്പം അത് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നല്ലോണം വാർത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ റൈസ് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം വാർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/4 ഭാഗമാണ് ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി മസാലയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മന്തി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലാദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. തീ നന്നായിട്ട് കത്തി നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം നല്ലതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇത്
കോരി എടുക്കുകയാണ്. അപ്പം ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അതും വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലുണ്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് പച്ചമുളക് ചതച്ചെടുത്തതും 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും കൂടി ചേർത്തി കൊടുക്കണം. കുറച്ച് ഗരം മസാല, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചെടുത്തതും മന്തി മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഉപ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളെ മന്തി മസാലയിൽ നിന്ന് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് റൈസ് ഒന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കനൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടാണ്. അപ്പം ഞാനൊരു ചട്ടകം വെച്ചിട്ടാണ് ഇങ്ങനെ കോരിയെടുക്കുന്നത്.
ഇതാ കണലൊക്കെ എടുത്തു കഴിഞ്ഞ് ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുറച്ച് സമയത്തിന് അടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടുള്ള ചൂടുവെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള കെച്ചപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 തക്കാളി, ഒരു ചെറിയ സവാളയും പച്ചമുളകും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതാ നമ്മളെ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അടുത്തത് മയോണൈസിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങും 2 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും കൂടി, മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മുട്ടൻ്റെ മഞ്ഞ ഒഴിവാക്കിയിട്ട് ഉരുളക്കിഴങ്ങും മുട്ടയും 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഓയിലും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം മയോണൈസ് റെഡി ആയിട്ടുണ്ട്. മുട്ട ഉരുളക്കിഴങ്ങും ഇങ്ങനെ പുഴുങ്ങിയിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതാ ഇനി നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ടോയെന്ന് നോക്കാം. അടുപ്പൊന്ന് തുറന്ന് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം അതുപോലെ എല്ലാവരും മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാനത് ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം മോളിതാ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിരുത്തി അവർക്ക് സപ്ലൈക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ അടിപൊളിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പം എൻ്റെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക.